Good evening all, welcome to Chemflix. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോന്റെ ബാക്കിയായിട്ട് അപ്പോൾ അന്ന് നമ്മൾ ഇന്നലെ ചെയ്തത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കോറിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന റോൾസ് ലോ എന്ന് പറയുന്ന ഏരിയ, ആ റോൾസ് ലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 20% ഓഫ് ദ ചാപ്റ്റർ റോൾസ് ലോ, നോൺ ഐഡിയൽ സൊല്യൂഷൻ തുടങ്ങിയ സംഭവങ്ങൾ, പോസിറ്റീവ് ഡിവിയേഷൻ, നെഗറ്റീവ് ഡിവിയേഷൻ, ആ ഒരു ഏരിയ വരുന്നിടത്തുനിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. ഞാൻ 3-day സ്റ്റഡി പ്ലാൻ പ്ലസ് PYQ ഡിസ്കഷൻ എന്ന് പറയുന്നതിന്റെ സീരീസിൽ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വേണം, സ്കോർ ഹൈ, അതാണ് നമ്മുടെ ലാസ്റ്റ് മിനിറ്റിലുള്ള എയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ലിക്വിഡ് സൊല്യൂഷനെ നമുക്ക് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ. സ്റ്റേറ്റ് റൗൾസ് ലോ. What are ideal solution? Write any two properties of ideal solutions. What type of deviation is shown by a mixture of chloroform and acetone? Give reason. ഇത് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമില്ല. സെക്കൻഡ് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് റോൾസ് ലോ. അപ്പൊ റോൾസ് ലോ എന്താണെന്ന് യു ഹൗ ടു സ്റ്റഡി റോൾസ് ലോ. എന്താ റോൾസ് ലോ എന്ന് പറഞ്ഞാല്, അപ്പൊ ലോ എന്താ പറയുന്നത്? The law states that for a solution of volatile liquids, അപ്പോൾ നമ്മൾ ഹെൻറീസ് ലോയും റൗൾസ് ലോയും പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ എന്താണ് ഒരു ഡിഫറൻസ് പറയുന്നത്? ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, നമ്മൾ വോളറ്റൈൽ ലിക്വിഡ്സിന്റെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്, സിൻസ് വി ആർ ഡീലിംഗ് വിത്ത് ദ ബൈനറി സൊല്യൂഷൻ, നമ്മൾ ബൈനറി സൊല്യൂഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കമ്പോണന്റ് എ എന്ന് പറയുന്ന ഒരു കമ്പോണന്റും ഉണ്ടാവും, ബി എന്ന് പറയുന്ന ഒരു കമ്പോണന്റും ഉണ്ടാവും. അപ്പൊ നമ്മൾ ബൈനറി സൊല്യൂഷനകത്ത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റുമാണ് ഉള്ളത് അല്ലെ. ഓക്കെ, സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്നിട്ട് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ ബൈനറി കമ്പോണൻസിലാണെങ്കിൽ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്, അപ്പൊ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷറും ബി എന്ന് പറയുന്ന കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷറും ആ സൊല്യൂഷനകത്തുള്ള പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സ്മോൾ ഫ്രാക്ഷൻ. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ് നമ്മളെ റൗൾസ് ലോ പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് കമ്പോണന്റ്സ് ഉണ്ട്. സോ PB is directly proportional to chi B, that is mole fraction of this component B and mole fraction of component A. ഇവിടെ നിന്നാണ് നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് PA is equal to P0 A chi A and PB is equal to P0 B chi B എന്ന് വരുന്നത്. കണ്ടോ, P0 B chi B. അവിടെ P0 B എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് തന്നെയാണ് P0 B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം കണ്ടോ, വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻസ് വിച്ച് ഒബേ, ഈ ലോ ആണ് ഈ റൗൾസ് ലോ. ദ സൊല്യൂഷൻ വിച്ച് ഒബേ ദ റൗൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച്, എല്ലാ റേഞ്ചിലും കോൺസെൻട്രേഷന്റെ റേഞ്ചിൽ എല്ലാം മൊത്തത്തിൽ ഇത് റൗൾസ് ലോ ഒബേ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ദീസ് സൊല്യൂഷൻസ് ആസ് ഐഡിയൽ സൊല്യൂഷൻ അല്ലെ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കിയാൽ റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി, ഇപ്പൊ നമ്മൾ പറഞ്ഞു PA ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi A, PB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi B ആണെങ്കിൽ അത് റോൾസ് ലോ ആണ്. ആ റോൾസ് ലോനെ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് സൊല്യൂഷൻ, അതായത് ഇപ്പൊ രണ്ട് പ്രോപ്പർട്ടി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ്? PA ഈസ് ഈക്വൽ ടു PA ഈസ് ഈക്വൽ ടു P0 A chi A, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും PB ഈസ് ഈക്വൽ ടു P0 B chi B. അതുകൊണ്ട് ഒരു കണ്ടീഷനാണ്, രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞത്. പിന്നെ എന്താ, ഈ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അവന്റെ ഡെൽറ്റ എച്ച് മിക്സ്, അതായത് എൻതാൽപി ചേഞ്ച് വെൻ വി ആർ മിക്സിംഗ് ദ സൊല്യൂഷൻ, അത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. അപ്പൊ രണ്ട് കണ്ടീഷൻസ് എഴുതലെങ്കിലും രണ്ട് കണ്ടീഷൻസ് എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോൺ ബൈ എ മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ? നമ്മളോട് ചോദിച്ചേക്കുന്നത് ക്ലോറോഫോമും അസറ്റോണും തമ്മിലുള്ള ആ മിക്സ്ചർ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു മിക്സ്ചർ ഫോം ചെയ്യുവാണ്. അതിനകത്ത് ക്ലോറോഫോം എന്ന് വെച്ചാൽ CHCl3യും നമ്മൾ അസറ്റോണും കൂടെ ചേർന്നിട്ട് നമ്മളൊരു മിക്സ്ചർ ഫോം ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു മിക്സ്ചർ ഫോം ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആയിരിക്കും ഒന്ന് ഗസ് ചെയ്തേ? ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. അപ്പൊ നമുക്കറിയാം അസറ്റോണിനകത്ത്, അസറ്റോൺ എന്ന് പറഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ട് O CH3 ആണ്.
ക്ലോറോഫോം എന്ന് പറയുമ്പോൾ CH-Cl3 ആണ്. ഇവിടെ നോക്കിക്കേ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് വേണമെങ്കിൽ ഈ ഓക്സിജൻ ആറ്റവുമായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം അല്ലെ. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രോങ് ബോണ്ടാണ്. ഓക്കെ, ഒരു അത്യാവശ്യം സ്ട്രോങ് ബോണ്ട് തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ക്ലോറോഫോമും അസറ്റോണും തമ്മിലുള്ള അട്രാക്ഷൻ, the attraction between this CH-Cl3, the force of attraction between the CH-Cl3 and acetone is greater. അതുകൊണ്ട് എന്തായിരിക്കും പ്രഷർ, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ വേപ്പർ പ്രഷർ എപ്പോഴും കുറവായിരിക്കും. അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലോറോഫോം അസറ്റോൺ എന്ന് പറയുന്നത് എവിടെ നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളോട് ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ക്വസ്റ്റിനകത്ത് നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു വഴി. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് മോർ ഇലക്ട്രോനെഗറ്റീവ് ഫോൺ എ ഫ്ലൂറിൻ അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ. ഫ്ലൂറിനോ അല്ലെങ്കിൽ ഓക്സിജനോ അല്ലെങ്കിൽ നൈട്രജനോ തമ്മിലുണ്ടാവുന്ന ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഓർത്ത് വെച്ചോണേ. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ആസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഫോർ എത്തനോൾ അസറ്റോൺ മിക്സ്ചർ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് വീക്കർ. സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ് ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഡസ് ദിസ് സൊല്യൂഷൻ ഒബേ റോൾസ് ലോ? ഓക്കെ, ഓൾറെഡി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ, അതായത് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ കുറവാണ്, വിച്ച് മീൻസ് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഇന്ററാക്ഷൻ കുറവാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കുമല്ലോ. വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ എങ്ങോട്ട് വരും? പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും വരിക. അപ്പൊ ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഒബേ റോൾസ് ലോ. അപ്പൊ ഇത് ഒന്നാമത്തെ ഉത്തരം നോ ആയിരിക്കും. ഇനി ഗീവ് ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ദിസ് സൊല്യൂഷൻ. ഇതിന്റെ അതായത് പോസിറ്റീവ് ഡീവിയേഷൻ നമുക്കിപ്പോ കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിക്കാം. പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ ആൻഡ് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരു കാണിച്ചു തരാം. അടുത്ത ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. അതിനെ ഓർ ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം. റിപ്പീറ്റഡ്, ഇത് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ വേപ്പർ പ്രഷർ കേർവ്. ഒരു വേപ്പർ പ്രഷർ കേർവ് വരയ്ക്കുക ബൈ പ്ലോട്ടിംഗ് വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി നമുക്കറിയാം ആ ഗ്രാഫ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ് ഇവിടെ വൈ ആക്സിസിൽ ഉള്ളത്. വേപ്പർ പ്രഷർ ആണ് എക്സ് ആക്സിസിൽ, വേപ്പർ പ്രഷർ ആണ് വൈ ആക്സിസിൽ ഉള്ളത്. എക്സ് ആക്സിസിൽ ഉള്ളത് മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഇനി അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ ഓഫ് 2 കമ്പോണൻസ്. അപ്പൊ നമ്മൾ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫാണ് വി ഹാവ് ടു പ്ലോട്ട് ചെയ്യേണ്ടത് അല്ലേ. Indicate partial vapor pressure of A and B. Partial vapor pressure of A യും B യും indicate ചെയ്യണം as PA and PB and the total vapor pressure as P total. നമുക്ക് ശരിക്കും ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ആണ് വരയ്ക്കേണ്ടത്. ഇനി രണ്ടാമത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗൾസ് ലോനെ എൻ്റെ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിൽ ഒബേ ചെയ്യുന്നതിനെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് മോഡിഫൈ ദ അബവ് പ്ലോട്ട് ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. കണ്ടോ, ഈ മേലെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്, എക്സാക്ട് അത് തന്നെയാണ് സംഗതി, അത് തന്നെയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വേറെ രീതി ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡ്രോ ദ അബവ് പ്ലോട്ട് വൺസ് അഗെയിൻ ആൻഡ് മോഡിഫൈ. അത് മോഡിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസ് ലോ ഓർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അതായത് സൊല്യൂഷൻ ദാറ്റ് ഒബേസ് റോൾസ് ലോ ഈസ് കോൾഡ് ആൻ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ റോൾസ് ലോനെ ഒബേ ചെയ്യുന്നു. റോൾസ് ലോ എന്താണ്? ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണന്റ് എ ഈസ് ഈക്വൽ ടു pure component, vapor pressure of the pure component into mole fraction of that component. അതുപോലെ തന്നെ partial vapor pressure of the component B is equal to P naught B into chi B. അതായത് chi B എന്ന് പറയുമ്പോൾ mole fraction of the component B. അപ്പൊ ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ, നമ്മുടെ റോൾസ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ അല്ലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഇതിന്റെ നേരെ ഈ ഗ്രാഫും ഇവിടെ നിന്ന് നേരെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതൊന്നും കണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട, എങ്ങനെ വരച്ചാലും ഉത്തരം ശരിയാണ്. ഇവിടെ ഇപ്പം നമുക്ക് മോൾ ഫ്രാക്ഷൻ ആണ് ഈ ഒരു എക്സ് ആക്സിസിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, മോൾ ഫ്രാക്ഷൻ കൈ എ കൈ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ കൈ എ, അപ്പൊ ഇവിടെ കൈ എ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് solution containing 2 components chi a plus chi b is equal to 1. Chi a plus chi b equal to 1. അപ്പോൾ ഇവിടെ chi a equal to 1 ആണെങ്കിൽ chi b എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? chi a plus chi b equal to 1 ആണ്. അപ്പൊ chi a 1 ആണെങ്കിൽ chi b ന്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം.
അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ കൈ ബി 1 ആണെങ്കിൽ കൈ എന്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതേ ഉള്ളൂ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്നത്. ഇത് മോൾ ഫ്രാക്ഷൻ ആണ്. എക്സ് ആക്സിസിൽ കൊടുത്തേക്കുന്നത്, വൈ ആക്സിസിൽ കൊടുത്തേക്കുന്ന വേപ്പർ പ്രഷർ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കമ്പോണന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ രണ്ട് സൈഡിലും ഈ ഒരു വൈ ആക്സിസ് വരയ്ക്കുന്നത്. ഓക്കെ, രണ്ട് കമ്പോണന്റിനെ നമ്മൾ പ്രത്യേകം കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് കമ്പോണന്റ് എനെ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ കൈ എ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതലുള്ള കമ്പോണന്റ് എ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് എ ഇവിടെ പറഞ്ഞു. ഇവിടെ നമുക്ക് കൈ ബി ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ബി ഇവിടെ പറഞ്ഞു. കണ്ടോ, ഈ വൈ ആക്സിസ് എന്ന് പറയുന്നത് ശരിക്കും വേപ്പർ പ്രഷർ ആണ്. നമുക്ക് ബൈനറി സൊല്യൂഷൻ ആയതുകൊണ്ട് രണ്ട് കമ്പോണന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ രണ്ട് വരയിട്ടുന്നുള്ളൂ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്കറിയാം വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ഇതാണ് എ. ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് ബി ആണെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ദിസ് ഇസ് ദ റോൾസ് ലോ. കണ്ടോ, അവിടെ നേരെ ഇതാണ് പി ടോട്ടൽ എന്ന് പറയുക. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? പി എ പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ഓഫ് എ ആൻഡ് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ഓഫ് ബി. ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് എ ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ പി എ ഈസ് ഈക്വൽ ടു പി നോട്ട് എ കൈ എ, പി ബി ഈസ് ഈക്വൽ ടു പി നോട്ട് ബി കൈ ബി. ഒന്നുമില്ല, അതാ ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചു പോകണം. ഓക്കെ, ഇനി അത് നമ്മൾ അടുത്ത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിന്റെ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും പറഞ്ഞത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി എന്ന് പഠിച്ചില്ലേ? ആ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ഇതാണ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ മുകളിലേക്കോ താഴത്തേക്കോ നമ്മുടെ ഗ്രാഫ് ഒന്ന് കേർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. ഇതാണെങ്കിൽ എന്ത് വരും? നോൺ ഐഡിയൽ സൊല്യൂഷന് മേളിലേക്ക് കുറേ അധികം വേപ്പേഴ്സ് ഉണ്ട്, വിച്ച് മീൻസ് പോസിറ്റീവ് ഡീവിയേഷൻ. മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. ഇനി താഴത്തേക്കാണെങ്കിലോ നമ്മുടെ കേർവ് താഴത്തേക്കാണെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ഡീവിയേഷൻ. ഏതൊക്കെ? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇതിന്റെ എക്സാമ്പിൾസ് പഠിച്ചോണേ. ഇനി സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അത് ഐഡിയൽ സൊല്യൂഷൻ. ഇവിടെ നോക്കിക്കേ, ഇത് ലിക്വിഡ് എ കണ്ട പെർസെന്റേജ് വിച്ച് മീൻസ് കൈ എ ഇസ് ഈക്വൽ ടു 1. ഇവിടെ ലിക്വിഡ് ബി കണ്ട പെർസെന്റേജ് വിച്ച് മീൻസ് കൈ ബി ഇസ് ഈക്വൽ ടു 1. കണ്ടോ, ഇത് തന്നെയാണ് സംഗതികൾ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റോൾസ് ലോ തന്നെയാണ്. സ്റ്റേറ്റ് റോൾസ് ലോ. ഡ്രോ എ പ്ലോട്ട് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഐഡിയൽ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തോരും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ വരയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് മോൾ ഫ്രാക്ഷൻ ആണ്, കൈ എയും കൈ ബിയും ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ കൈ എ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കൈ ബി ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം മാത്രം 1 എന്ന് കൊടുക്കുക കേട്ടോ. നമുക്കിവിടെ രണ്ട് കമ്പോണന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. എന്നിട്ട് ഒരാളെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക, ഒരാളെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, ഇവിടെയാണ് പി ടോട്ടൽ എന്ന് പറയുന്നത്. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇയാളുടെയും പി എയുടെയും പി വിയുടെയും രണ്ടിന്റെ പ്യുവർ വേപ്പർ പ്രഷർ. അപ്പൊ പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി എന്ന് എഴുതുക. ഇവിടെ നമ്മുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ ആയിരിക്കും രണ്ടിന്റെയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ വേപ്പർ പ്രഷർ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചൊന്ന് വൃത്തിയായിട്ടൊക്കെ വരയ്ക്കുക കേട്ടോ, വേപ്പർ പ്രഷർ. കണ്ടോ, അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് വീണ്ടും ചോദിച്ചേക്കാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? ഗീവ് വൺ എക്സാമ്പിൾ. ഐഡിയൽ സൊല്യൂഷന്റെ ഒരു എക്സാമ്പിൾ പറയുക. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്താ? ദ സൊല്യൂഷൻ വിച്ച് ഒബേസ് ആർ റൂൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച്. ഗീവ് വൺ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഒരേപോലത്തെ ഗ്രൂപ്പിൽ വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ ഹെക്സൈൻ, എൻ ഹെപ്റ്റൈൻ, ഇത് രണ്ടും എന്താണ്? ഒരു ഹോമോലഗസ് സീരീസിൽ വരുന്ന അല്ലെ, അവർക്ക് രണ്ടും ഒരേ സ്വഭാവമായിരിക്കും. സോ എൻ ഹെക്സൈൻ, എൻ ഹെപ്റ്റൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ തന്നെ ബെൻസീൻ, ടൊളുവീൻ. ബെൻസീൻ ടൊളുവീൻ എന്ന് പറയുമ്പോൾ ബെൻസിന്റെ ചേട്ടനാ ടൊളുവീൻ എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ടല്ലേ. അപ്പൊ ബെൻസീൻ ടൊളുവീൻ എന്ന് പറയുന്ന ഒരേ സീരീസിൽ വരുന്ന ആൾക്കാരാണ്. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. വെറുതെ രണ്ട് എക്സാമ്പിൾ തന്നേ ഉള്ളേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതും പ്രീവിയസ്ലി ആസ്ഡ്. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ ഈസ് എക്സിബിറ്റഡ് ബൈ എ മിക്സ്ചർ ഓഫ് ഫിനോൾ ആൻഡ് അനിലിൻ. ഫിനോൾ എന്നാ മക്കളെ? ഫിനോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബെൻസീൻ റിങ്ങിൽ ഒരു OH വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫിനോൾ എന്ന് പറയും അല്ലെ. ബെൻസീൻ റിങ്ങിൽ OH വന്നാൽ നമ്മൾ ഫിനോൾ എന്ന് പറയും അല്ലെ. ഇനി ഇവിടെ തന്നിരിക്കുന്ന അനിലിൻ. അനിലിൻ എന്ന് പറയുമ്പോൾ എന്താ? ബെൻസീൻ റിങ്ങിൽ NH2 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്നാ പറയും? അനിലൻ എന്ന് പറയും. അപ്പൊ അനിലിന്റെ ഫിനോളിനെ മനസ്സിലായോ? അപ്പൊ ഇനി ഇവിടെ നമ്മൾ ഇവര് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ? വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ എന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ നൈട്രജൻ ഉണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റവും നമ്മൾ മോർ ഇലക്ട്രോനെഗറ്റീവ് FON, ഫ്ലൂറിനും ഓക്സിജനും നൈട്രജൻ. അപ്പൊ ഇവിടെ ദർ ഇസ് എ പോസിബിലിറ്റി. നൈട്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഓക്സിജൻ നൈട്രജൻ തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? അവർ തമ്മിലുള്ള സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഇവർ തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. കാരണം എന്താ? വേപ്പർ പ്രഷർ കുറയും. നെഗറ്റീവ് വേപ്പർ പ്രഷർ കുറയുമ്പോൾ ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിന്ന്
താഴത്തേക്കുള്ള ഗ്രാഫ് ആയിരിക്കും കാണിക്കുന്നത്, വിച്ച് മീൻസ് ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ. ഡിഫൈൻ ഐഡിയൽ സൊല്യൂഷൻ ബൈ സൈറ്റിംഗ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ഡെൽറ്റ എച്ച് മിക്സ് ആൻഡ് ഡെൽറ്റ വി മിക്സ് ഫോർ എ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്നും അതിനൊരു എക്സാമ്പിൾ എന്താണെന്നും പിന്നെ ഡെൽറ്റ എച്ച് മിക്സിന്റെ വാല്യൂം ഡെൽറ്റ വി മിക്സിന്റെ വാല്യൂം എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് റോൾസ് ലോയിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇതാണിത്, ഒരു ഗ്രാഫ് തന്നിട്ട് അവർ ചോദിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം